അപ്പോൾ ഗെയ്സ് മെല്ലെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. കിയാറ്റൂർ ഭാഗത്തേക്ക് ഞാൻ പതുക്കെ പോകുന്നില്ലു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം അങ്ങ് കണ്ടിട്ട് മെല്ലെ മെല്ലെ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഫില്ലറെല്ലാം എത്രപ്പാട് ഫില്ലറുണ്ട് എണ്ണി ആയിക്കും അങ്ങ്. നമുക്ക് കുറച്ച് ഞാൻ പോകട്ടെ. കിയാറ്റൂർ മൊത്തം അങ്ങ് അപ്പുറത്തില്ല, കുറച്ച് ഭാഗം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്നാൽ ഞായറാഴ്ച ഉച്ചവരെയായിട്ട് ഒരു പണിയില്ല കേട്ടോ. അത് തോന്നുന്നു എല്ലാ വണ്ടി സ്റ്റോപ്പാക്കിയിട്ടുണ്ട് അവിടെ എല്ലാം ഇവിടെയെല്ലാം. അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ട് നമ്മളൊന്ന് കിയാറ്റൂർ ഒന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട്. നമ്മളെ കുപ്പം പുഴേൻ്റെ വീഡിയോ ചെയ്ത പോലെ. അപ്പോൾ പല ആളും എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കിയാറ്റൂർ റോഡിൻ്റെ വർക്ക് എന്തായിരുന്നത് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർക്കെല്ലാം ഒന്ന് സന്തോഷമായിക്കോട്ടെ. നമ്മൾ കിയാറ്റൂരൊക്കെ തന്നെ പോകുന്നിട്ടാ. നമ്മളെ മാത്താൻകുണ്ടെന്ന് കിയാറ്റൂർ. നമുക്ക് എവിടം വരെ പോകാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും കുറച്ച് ഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒന്നും വർക്ക് നടന്നില്ല, മണ്ണിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും വയലല്ലേ, മണ്ണിട്ട് ലെവലാക്കിയത് മാത്രമേ ഉള്ളൂ. താറിങ്ങ നടന്നിട്ടില്ല. ഇത്തേടത്തൊക്കെ റോഡ് അറിയില്ല. ഇത് കിയാറ്റൂർ തന്നെ കേട്ടോ. കിയാറ്റൂർ എത്തിയ കിയാറ്റൂർ ജംഗ്ഷൻ. ഇവിടെ എല്ലാം മണ്ണിട്ട് ഉറപ്പിച്ചതേ ഇല്ല കേട്ടോ. കൂടുതൽ വർക്ക് നടന്നിട്ടില്ല. പിന്നെ ഞായറാഴ്ചയിലും വന്നിട്ട് നമുക്ക് ഡ്രൈവിങ്ങിലും പഠിക്കുന്നതൊക്കെ സുഖം കേട്ടോ. ഞായറാഴ്ച വൈകുന്നേരം സുഖമാണ്. ഒരു കാറോ ഒന്നൊക്കെ എടുത്തിട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കാനുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പഠിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞായറാഴ്ച ഒരു ഉച്ചവരെയായിട്ടല്ലേ പണി ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ആരും പണി നടക്കുന്നില്ല. എല്ലാവരും സ്ഥലത്തു നിന്ന് കുളിക്കലും ഫുഡ് ഉണ്ടാക്കുന്നതെല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ ഞായറാഴ്ച ഉച്ചവരെ ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ധൈര്യത്തിൽ ആരെങ്കിലും ഡ്രൈവിംഗ് പഠിപ്പിക്കാനുണ്ടെങ്കിൽ സുഖമായി വരാം കേട്ടോ നമുക്ക്. ഓഹോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു ചേച്ചീനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതാ. ഞാൻ ഇപ്പം പറഞ്ഞിട്ടില്ലല്ലോ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ സുഖമാണ്. ഒരു ചേച്ചീനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അവരെ മോൻ തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ ബ്ലോക്കാണെന്ന് തോന്നുന്നില്ല. അല്ല, ഇത് താഴത്തേക്ക് പോകാൻ പറ്റും കേട്ടോ, അപ്പുറത്തേക്ക്. ഞായറാഴ്ച എല്ലാവരും ലീവ് വന്നു കേട്ടോ. അതാ വണ്ടിയുടെ നിരത്തി വെച്ചിട്ടതാ. എൻ്റെ പോയിൻ്റെ ഒരു ലോറി അങ്ങനെ വരുന്നുണ്ട്, നല്ല പൊടിയാണ്. അവർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതെന്ന് പറയുന്നില്ല. അവർ സ്റ്റോപ്പ് ചെയ്യാൻ തന്നെയാണ് തോന്നുന്നത്. കാലി വണ്ടിയാണ്.
നല്ല പൊടി. അപ്പോൾ കിയാറ്റൂരിൻ്റെ ഭാഗം കണ്ടല്ലോ. ഇവിടെ വലിയ വർക്കൊന്നും നടന്നിട്ടില്ല. എന്നുവെച്ചാൽ അത്രയും വർക്കുണ്ട്. എന്നുവെച്ചാൽ വയലല്ലേ, വയൽ നിരത്തി റോഡാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയൊന്നും അല്ലല്ലോ. അപ്പോൾ എത്രപ്പാട് ലോഡ് മണ്ണ് വേണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ മണ്ണിൽ അമർന്നു പോകാൻ പാടില്ലല്ലോ. എത്രയോ ടണ്ണ് ഇതിലൂടെ വണ്ടി പോകുന്നതല്ലേ. അതുകൊണ്ട് അത്രയും മണ്ണ് വേണ്ടി വരും. അതുകൊണ്ടാണ് പണി ഇങ്ങനെ ലേറ്റായി പോകുന്നുട്ടാ. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് റോഡ് ഇങ്ങനെ പെട്ടെന്നാവാൻ പറ്റില്ലല്ലോ. അവരെ കഷ്ടപ്പാടൊന്നും നോക്കണ്ടേ. അടുത്ത ലോറി വരുന്നുണ്ട്. എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ. എല്ലാവരും വർക്ക് കഴിഞ്ഞിട്ട് വണ്ടി കൊണ്ടുവക്കാൻ വരുന്നതാണ്. നല്ല പൊടി. പൊടി പൊടി പൊടി. നമ്മ എവിടെ എത്തുമെന്ന് പറയാൻ കഴിയില്ല ഇതിലേ പോയാൽ. കുറേ അണ്ടർപാസ് ഉണ്ട് കേട്ടോ അവിടെ. എന്നാൽ ചെറിയ ഗ്രാമമല്ലേ, ഗ്രാമത്തിലേക്കടെ ആൾക്കാർക്ക് പോകാനും ഒരു അണ്ടർപാസ് ഉണ്ട് ഇത്. ഇപ്പോൾ 5ാമത്തെ അണ്ടർപാസ് ആയിട്ടാണെന്ന് തോന്നുന്നു. ഓട്ടോ ചേട്ടൻ. ഇതെല്ലാം അവർ താമസിക്കുന്ന ഷെഡാട്ടോ. താമസിക്കാനും അവർ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഓരോരോ സംഭവങ്ങളായിരിക്കും ഈ കാണുന്നതല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റും തോന്നില്ല ഗൈസ്. ഇതൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ഒന്നും കാണാനില്ല. റോഡ് ഇവിടെ സ്റ്റോപ്പായോ എന്നറിയില്ല. തിരിച്ച് പോകേണ്ടി വരുമോ എന്നറിയില്ല. ഇത് ഞാൻ കുറ്റിക്കോലിൽ നിന്ന് വന്നില്ലേ, ആ റോഡിനെത്തിയിട്ടത് അന്ന് പോകുന്നില്ല. ഇതിൽ വരാൻ പറ്റില്ലെന്ന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറ്റിക്കോൽ നമ്മളെ ആ വീഡിയോ കണ്ടാൽ അറിയും ഈ സ്ഥലം നിങ്ങൾക്ക്. നമ്മളെ കുറ്റിക്കോലിൽ നിന്ന് നമ്മൾ റിട്ടേൺ പോയില്ലേ, ഇങ്ങോട്ട് വരാൻ പറ്റില്ല പറഞ്ഞിട്ട് ആ സ്ഥലമാട്ടെ ഇത്. കുറ്റിക്കോല് കിയാറ്റൂർ ഞാൻ പറഞ്ഞില്ലേ, ആ സ്ഥലമാട്ടെ ഇത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇനി പോയിട്ട് എത്തിയും കാര്യമില്ല. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തതാണ്. ഏതായാലും നമുക്ക് തിരിച്ചിട്ട് പോവാം. അപ്പോൾ നിങ്ങൾ കിയാറ്റൂരിൻ്റെ ഭാഗം കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇനി ഏത് ഭാഗം കാണുന്നത് വെച്ചാൽ ഒന്ന് പറയണ്ട, എന്നോട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ കുപ്പം കിയാറ്റൂർ റോഡ് ഇപ്പം സ്റ്റോപ്പായി. ഇവിടെ വലിയ വർക്കൊന്നും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ കിയാറ്റൂരിൻ്റെ വർക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയ വർക്കൊന്നും നടന്നില്ല, ഇപ്പോൾ മനസ്സിലായില്ലേ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മളിപ്പോൾ ഞാൻ തിരിച്ചു. അവിടുന്ന് അങ്ങോട്ട് പിന്നെ പോയാൽ നമ്മളെ കുറ്റിക്കോലാണ്. അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കുറ്റിക്കോല് കിയാറ്റൂർ റോഡ് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ പോയി കണ്ടാൽ അറിയാം. അപ്പോൾ അവിടെ സ്റ്റോപ്പാക്കിയത്. അപ്പോൾ ഇവിടെ വലിയ വർക്കൊന്നും നടന്നില്ല.
ആരോ പറഞ്ഞു ഒരു പാലം ഇവിടെ പൂർത്തിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പാലമൊന്നും പൂർത്തിയായിട്ടില്ല, ഇവിടെ പാലത്തിൻ്റെ പണിയൊന്നും നടന്നതുമില്ല. അപ്പോൾ കൂടുതൽ ഈ വീഡിയോ നീട്ടിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഇവിടെ എവിടെ സൈഡാക്കിയിട്ട് സ്റ്റോപ്പാക്കാം. നമുക്ക് വീഡിയോ ഒരു തണലത്തൊരു സൈഡാക്കട്ടെ. അപ്പോൾ ഗൈസ്, അപ്പോൾ വീഡിയോയുടെ സ്റ്റോപ്പാക്കണം. നമ്മളെ കീയാറ്റൂർ കുറ്റിക്കോലിലെ വീഡിയോ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് എവിടെയെങ്കിലും വെച്ച് നല്ല വീഡിയോ കാണാം. നമുക്ക് പയ്യന്നൂർ ഭാഗത്തെല്ലാം നല്ല വർക്ക് നടക്കുന്നുണ്ട്, നമുക്ക് അവിടെയും പോയി വീഡിയോ ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫാമിലി മെമ്പർക്കെല്ലാം അയച്ചു കൊടുക്കുക. നമ്മളെ കീയാറ്റൂർ വർക്ക് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കുക. ഓക്കെ.